എല്ലാവർക്കും നമസ്കാരം. വിസ PSC അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇന്ന് നടന്ന സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് അഥവാ സെക്രട്ടേറിയറ്റ് OA പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആര്? വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആരാണ്? കുമാരനാശാൻ. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നതാണ് വിവേകോദയം അല്ലെ. അതിന്റെ സ്ഥാപകൻ ആരാണ്? കുമാരനാശാനാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഓപ്ഷൻ എ KM മുൻഷി. 102-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ എ 338B ആണ് അല്ലെ. അനുച്ഛേദം 338B. തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏത്? തുലാമ്പത്ത് സമരം ഏതാണ്? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന പുന്നപ്ര വയലാർ സമരം അല്ലേ. ഇതുവരെ പറഞ്ഞത് 4 എന്നാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം അല്ലേ. താഴെ പറയുന്നതിൽ ഏതാണ് 1806 നടന്നത്? പറഞ്ഞ പിള്ളേരെ വെല്ലൂർ കലാപം. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് G ശങ്കരക്കുറുപ്പ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം 6 മുതൽ 14 വരെ. പറഞ്ഞേ. അനുച്ഛേദം 21A. 2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയത് യുണൈറ്റഡ് കിങ്ഡം. യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ വാർത്താവിനിമയം. ഓക്കെ, അടുത്ത സെറ്റിലേക്ക് നമുക്ക് നോക്കാം. രണ്ടാമത്തെ സെറ്റ് നോക്കിക്കേ. രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം സമ്പാദ് കൗമുദി. ബംഗാളി ഭാഷയിലാണെങ്കിൽ സമ്പാദ് കൗമുദി. ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ സർവകലാശാല ഏതാണ്? വനിതാ സർവകലാശാല വനിതാ യൂണിവേഴ്സിറ്റി. പറഞ്ഞേ. DK കാർവേ. ആരാണ് ആരംഭിച്ചത്? DK കാർവേ. ഓക്കെ. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല. അപ്പോൾ വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏത് ഭാഷയിലാണ് പിള്ളേരെ? ഓപ്ഷൻ ബി മറാത്തി. മറാത്തി. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആരാണ്? ഐക്യ കേരള പ്രതിജ്ഞ NV കൃഷ്ണവാര്യർ. ആരാണ്? NV കൃഷ്ണവാര്യർ. മൗലിക കടമകൾ എന്ന ആശയം, മൗലിക കടമ റഷ്യയാണ് അല്ലേ. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലാത്തത്? ഓപ്ഷൻ എ ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലക് INCയുടെ പ്രസിഡന്റ് അല്ല അല്ലേ. ഈ പറയുന്നതിൽ INCയുടെ പ്രസിഡന്റ് അല്ലാത്തത് ആരാണ്? ബാലഗംഗാധര തിലക്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ. ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ പറഞ്ഞ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ അവനീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഒറ്റ തവണ, ഒരു തവണ അല്ലേ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെ എത്ര തവണ? ഒരു തവണ. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തു ചോദിച്ചാൽ ഒരു തവണ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത്? പറഞ്ഞേ. മൈസൂർ അല്ലേ. കാശ്മീർ ലയന കരാറിലൂടെയും അല്ലേ, ഹൈദരാബാദ് ഒരു ഓപ്പറേഷനിലൂടെയും, ഓപ്പറേഷൻ പോളോ അല്ലേ, ജുനഗഡ് ജനഹിതത്തിലൂടെയും ചേർന്നതാണെന്ന് ഓർക്കണം. 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏത് പേരിലാണ് വിശേഷിക്കപ്പെട്ടത്? 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏത് പേരിലാണ് വിശേഷിപ്പിക്കപ്പെട്ടത്? ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ. ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ. ഓക്കെ, ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ ആണ് ഓപ്ഷൻ ബി. ഓക്കെ, അടുത്തത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം കറണ്ട് അഫെയർ കൂടിയാണ് അല്ലേ, വിഴിഞ്ഞം. വിഴിഞ്ഞം. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4-ാം പഞ്ചവത്സര പദ്ധതി സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? 4-ാം പഞ്ചവത്സര പദ്ധതി പറഞ്ഞേ. ഓപ്ഷൻ സി അല്ലേ, 1, 3, 4 ഇതാണ് ശരിയായത് അല്ലേ. മഹ്ലനോബിസ് മോഡൽ ഏതാണ്? മഹ്ലനോബിസ് മോഡൽ രണ്ടാമത്തെയാണ് അല്ലേ. 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദര സൂചകമായിട്ട്, അതുകൊണ്ട് നോക്കണം 1, 3, 4 മാർക്ക് ചെയ്തണ്ടേ. ഓക്കെ, അടുത്തത്. 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഓസ്ട്രേലിയ. ആരാണ്? ഓസ്ട്രേലിയയാണ് പിള്ളേരെ. ഓസ്ട്രേലിയ. താഴെ പറയുന്നവയിൽ നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനം എന്നത് തെറ്റാണ്. ബാക്കിയെല്ലാം ശരിയാണ് അല്ലേ. 2015 ജനുവരി 1 രൂപീകരിക്കപ്പെട്ടത്. തിങ്ക് ടാങ്ക് അഥവാ ചിന്താ സംഭരണി അല്ലേ. ഇന്ത്യൻ ഗവൺമെന്റിന്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണി അഥവാ തിങ്ക് ടാങ്ക് ആണ് നീതി ആയോഗ്. നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ശരിയാണല്ലേ. അപ്പോൾ നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനം എന്ന പ്രസ്താവനയാണ്. അതിൽ തെറ്റ്. ഓപ്ഷൻ ഡി ആണ് തെറ്റ്. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ്? പറഞ്ഞേ. ഗാന്ധിജിയുടെ മരണം. ഗാന്ധിജിയുടെ മരണം അല്ലേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു. അതായത് അന്ന് അല്ലേ ഇന്ത്യയുടെ അവസ്ഥ മൊത്തം ഇരുട്ടിലേക്ക് മാറി അല്ലേ. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. അപ്പോൾ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ മരണസമയത്ത് പറഞ്ഞതാണ് കേട്ടോ. തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി പറഞ്ഞേ. ഷോളയാർ, പാലക്കാട്. അപ്പോൾ ഷോളയാർ എവിടെയാണെന്ന് പറയണേ.
അടുത്തത് ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത്. ഇടുക്കി ഏതാണ്? ആറളം. ഓക്കെ. വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം വരയാട്, ഇരവികുളം. വരയാട് എവിടെയാണ്? ഇരവികുളത്ത്. ഓക്കെ. അടുത്തത് പുതുതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നത്. അതിൽ തെറ്റായത് ഛത്തീസ്ഗഡ് ഭൂപേഷ് ബാഗേൽ. ഓക്കെ, അതാണ് തെറ്റ്. ബാക്കിയൊക്കെ ശരിയാണ്. രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ, തെലങ്കാന രേവന്ത് റെഡ്ഡി, മധ്യപ്രദേശ് മോഹൻ യാദവ്. അപ്പോൾ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി ആരാണെന്ന് പറയണേ? ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി. അടുത്തത് ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ചു. വിസ ഇളവ് എവിടെയാണ്? ഇറാൻ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിയമസഭയും ലോക്സഭയും ഒഡീഷയും ആന്ധ്രാപ്രദേശും. ഓപ്ഷൻ ബി ഒഡീഷ, ആന്ധ്രാപ്രദേശ് അല്ലേ. തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്തത്. ഉത്തരപർവ്വത മേഖല എന്ന് പറയുമ്പോൾ ത്രിപുരയും ഉത്തരാഖണ്ഡും. ഓപ്ഷൻ എ 1 and 2 മാത്രമായിരിക്കും. 1 and 2 മാത്രം. ഓക്കെ. അടുത്തത് താഴെ നിന്നിരിക്കുന്ന പ്രസ്താവനയിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത്. ഇന്ത്യയുടെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ് ആരവല്ലി. ശരിയാണ്. പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു. അതും ശരിയാണ്. ഈ പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരുശിഖർ. അതും ശരിയാണ്. പക്ഷേ ഡൂൺ താഴ്വരകൾ ഇതിൻ്റെ ഭാഗമല്ല. ഓക്കെ. ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതനിരകളിലാണെന്നുള്ള പ്രസ്താവന അതിൽ തെറ്റായത് കേട്ടോ. ബന്ധമില്ലാത്തതാണ്. അടുത്തത് ഇന്ത്യൻ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇന്ത്യൻ പടിഞ്ഞാറൻ തീരത്തിൽ വടക്കൻ സിർക്കാസ്. ഏതാണ്? വടക്കൻ സിർക്കാസ്. ഓക്കെ. നമുക്ക് കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.